IPL മാച്ചും വരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഇവിടെ. നോക്കട്ടെ, ക്രിക്കറ്റ് താല്പര്യമുള്ളവർ നല്ലോണം ഉണ്ട്. ഈ മാച്ചിലും കൂടി ശശി തരൂർ മാധ്യമങ്ങളെ കാണുന്ന തത്സമയം ഒരുമാതിരി നല്ല ആൾക്കൂട്ടം ഉണ്ടായിരുന്നില്ല ഇന്ന് ഒരു വിമൻസ് മാച്ചിന്. അപ്പോൾ ഇതുപോലെ എനിക്ക് തോന്നുന്നു നല്ല മാച്ചുകൾ തിരുവനന്തപുരത്ത് വന്നാൽ അതിന് പിന്തുണ കൊടുക്കാൻ ആൾക്കാരുണ്ടാവും. എനിക്ക് ഷെഫാലയുടെ കളി പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടതാണ്. പക്ഷെ ഞാൻ സത്യം പറയും രണ്ടാളുടെയും കളി കണ്ടില്ലല്ലോ. ഞാൻ വെറും ഫോണിൽ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വരുന്ന വഴിക്ക് എയർപോർട്ടിൽ നിന്ന്. അപ്പോൾ അത് ശരിയല്ല അത് പറയണത്. നമ്മളുടെ ഫീൽഡിങ് കുറച്ച് മെച്ചപ്പെടാതെ ഒരു സംശയമില്ല. നമ്മളുടെ ഫീൽഡിങ് പ്രാക്ടീസിന് കുറച്ചും കൂടി ജോലി എടുക്കാനുണ്ട് ഇവർക്ക്. അത് സമയം അതാണ് നമ്മുടെ പ്രാർത്ഥനയും പ്രതീക്ഷയും. ഇനി നമുക്കറിയില്ല, എല്ലാ ഈ സെലക്ഷൻ തീരുമാനങ്ങളെല്ലാം ന്യായം പ്രകാരമാണെങ്കിൽ സഞ്ജു കളിക്കണം നമ്മളുടെ സൈഡിൽ. പക്ഷെ നോക്കട്ടെ, അവസാനത്തെ മത്സരമാണ്. പക്ഷേ 2 വിക്കറ്റ് കീപ്പർ ഉണ്ടല്ലോ. അപ്പോൾ സഞ്ജുവിന് പ്രാധാന്യം കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അവിടെ ഒരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷനും ഉണ്ടാകും രണ്ടാളും കൂടി കളിച്ചാൽ. അപ്പോൾ അതും നല്ലതാണ്. അടുത്ത മത്സരം കാണാൻ നോക്കട്ടെ. കുറച്ച് ഈ കാലത്ത് തിരക്കില്ല എന്ന് വിചാരിക്കണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.